ബി.ജെ.പി. അക്കൌണ്ട് തുറന്ന 3 സീറ്റുകളും എൽ.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ. ഇവിടങ്ങളിലെല്ലാം എൽ.ഡി.എഫ് വോട്ട് വൻതോതിൽ കുറഞ്ഞത് ബി.ജെ.പി. വിജയത്തിന് കാരണമാവുകയും ചെയ്തു. അതേസമയം യു.ഡി.എഫുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ബി.ജെ.പിയുടെ എ ക്ലാസ് സീറ്റുകളിൽ യു.ഡി.എഫിന് വോട്ട് കൂടുകയും ചെയ്തു. പൂട്ടിയ ഒരു അക്കൌണ്ടിന് പകരം 3 അക്കൌണ്ട്. അതാണ് 2026 ബി.ജെ.പിയുടെ സമ്പാദ്യം. ഈ 3 താമരകളും വിരിഞ്ഞത് എൽ.ഡി.എഫ് കൈയടക്കി വെച്ചിരുന്ന മണ്ണുകളിലാണ്. നേമത്ത് ബി.ജെ.പി 2021 5304 വോട്ട് അധികം നേടിയാണ് വിജയിച്ചത്. പക്ഷേ ശിവൻകുട്ടിക്ക് 3623 വോട്ട് കുറഞ്ഞു. ശബരിനാഥനും കെ മുരളീധരനേക്കാൾ 6794 വോട്ട് കുറവേ നേടിയുള്ളൂ. ഫോട്ടോ ഫിനിഷിൽ ജയിച്ച കഴക്കൂട്ടത്ത് ബി.ജെ.പിക്ക് 6371 വോട്ട് കൂടിയപ്പോൾ കടകംപള്ളിക്ക് കുറഞ്ഞത് 17554 വോട്ടാണ്. ചാത്തന്നൂരിൽ ബി.ജെ.പിക്ക് 5435 വോട്ട് കൂടിയപ്പോൾ എൽ.ഡി.എഫിന് കുറഞ്ഞത് 1ഉം 2ഉമല്ല, 11771 വോട്ട്. അതായത് താമര വിരിയാനുള്ള വഴി ഏതെന്ന് നോക്കിയാൽ ആദ്യം കാണാനാവുക എൽ.ഡി.എഫ് വോട്ടുകളിലെ ചോർച്ചയെന്ന് ചുരുക്കം. ഇനി യു.ഡി.എഫുമായി പോരടിച്ച ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ വോട്ട് നോക്കാം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 9501 വോട്ട് അധികം പിടിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ 3810 വോട്ട് രമേശ് പിഷാരടി വർദ്ധിപ്പിച്ചതാണ് അവിടെയും താമര വിരിയിക്കാനുള്ള മോഹം തല്ലിക്കെടുത്തിയത്. തൃശൂരിൽ 11795 വോട്ട് കുറഞ്ഞാണ് പത്മജ വേണുഗോപാൽ 3ാം സ്ഥാനത്തേക്ക് ഒതുങ്ങിയത്. അതിന് വഴിവെച്ച രാജൻ പല്ലന് കൂടിയത് 16973 വോട്ട്. വട്ടിയൂർക്കാവിൽ 12600 വോട്ട് വർദ്ധിപ്പിച്ച് മുരളീധരൻ വിജയതീരമണിഞ്ഞപ്പോൾ ശ്രീലേഖയ്ക്ക് 2021 വി രാജേഷ് പിടിച്ചതിനേക്കാൾ 2383 വോട്ട് കുറഞ്ഞു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 2683 വോട്ട് വർദ്ധിപ്പിച്ച് പൊരുതിയെങ്കിലും അക്കൌണ്ട് തുറക്കൽ തടഞ്ഞത് എ.കെ.എം. അഷറഫ് 31000 വോട്ട് അധികം പിടിച്ചതാണ്. അതായത് മുഖ്യ എതിരാളിയായ എൽ.ഡി.എഫിന് വോട്ട് കുറഞ്ഞെടുത്ത് താമര വിരിഞ്ഞു. മുഖ്യ എതിരാളിയായ യു.ഡി.എഫ് വോട്ട് കൂട്ടിയപ്പോൾ അവിടങ്ങളിൽ താമരമോഹം വിജയിച്ചുമില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.